നമസ്കാരം. പോസിറ്റീവ് തിങ്കിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. കടലിനരികിലുള്ള ഒരു വലിയ പാറയുടെ എഡ്ജിൽ നിങ്ങൾ നിൽക്കുന്നതായി സങ്കല്പിക്കുക. താഴെ വിശാലമായ കടൽ. കാറ്റ് നിങ്ങളുടെ മുടിയിഴകളെ തഴുകി കടന്നു പോകുന്നു. തിരമാലകൾ താഴെയുള്ള പാറകളിൽ വന്നിടിക്കുന്നു. നിങ്ങൾ ഒരു ദീർഘനിശ്വാസം, ഒരു ഡീപ്പ് ബ്രത്ത് എടുക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ സിരകളിലൂടെ രക്തം ഒഴുകുന്നത് അറിയാൻ കഴിയുന്നു. നിങ്ങൾ അതുവരെയുള്ള ജീവിതത്തെക്കുറിച്ച് ആവേശത്തിൽ എന്തൊക്കെയോ ഓർത്തുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ആരെങ്കിലും നിങ്ങളോട് ആ പാറയുടെ മുകളിൽ നിന്നും ചാടുവാൻ പറഞ്ഞാലോ, വെല്ലുവിളിച്ചാലോ, നിങ്ങൾ ഒരു ദുർബലനാണെന്നോ അനുഭവ പരിചയമില്ലാത്തവനാണെന്നോ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാലോ, നിങ്ങൾ അവരുടെ വാക്കിന് ചെവി കൊടുക്കുമോ, അതോ അതെല്ലാം തെറ്റാണെന്ന് തെളിയിക്കാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കുമോ? ജീവിതത്തിലും പല ദിവസങ്ങളിലും ഇതുപോലുള്ള ഡിസിഷൻ എടുക്കേണ്ട സാഹചര്യം നമുക്ക് വരാറുണ്ട്. വെല്ലുവിളികൾ വരുമ്പോൾ നമ്മുടെ മുന്നിൽ രണ്ട് വഴികളാണുള്ളത്. ഒന്നുകിൽ വെല്ലുവിളി സ്വീകരിക്കാം, അല്ലെങ്കിൽ പിന്മാറാം. അതായത് ഒന്നുകിൽ ഭയം നമ്മളെ പിന്തിരിപ്പിക്കും, അല്ലെങ്കിൽ നമ്മുടെ കംഫർട്ട് സോണിന് പുറത്തു കടന്നുകൊണ്ട് ആ വെല്ലുവിളി നമ്മൾ ഏറ്റെടുക്കും. ആൻഡ് ദാറ്റ്സ് വേർ ആറ്റിറ്റ്യൂഡ് കംസ് ഇൻ. ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഏത് പ്രതിബന്ധങ്ങളെയും നേരിടാനുള്ള ഒരു കരുത്ത് നമുക്ക് നൽകും. വെല്ലുവിളികളെ അവസരങ്ങളായും തിരിച്ചടികളെ പഠനാനുഭവങ്ങളായും കാണാൻ അത് നമ്മെ സഹായിക്കും. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിന്റെ ശക്തിയെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടുള്ള ഏറ്റവും റീസെന്റ് ആയ കഥ സോളോ ക്ലൈംബുകൾക്ക് പേരുകേട്ട അലക്സ് ഹൊണാൾഡിനെ കുറിച്ചിട്ടുള്ളതാണ്. യാതൊരുവിധ സുരക്ഷാ ഉപകരണങ്ങളുമില്ലാതെ ക്ലൈംബിങ്ങിന് ഏറ്റവും ആവശ്യമായ ഒരു കയർ പോലുമില്ലാതെ അയാൾ വലിയ വലിയ ഉയരങ്ങൾ കീഴടക്കി. 2017 യോസമൈറ്റ് നാഷണൽ പാർക്കിലെ 3000 ഫീറ്റ് ഉയരത്തിലുള്ള ഗ്രാനൈറ്റ് വാൾ കീഴടക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വ്യക്തിയായി അദ്ദേഹം മാറി. കായികക്ഷമതയുടെയും ധൈര്യത്തിന്റെയും ആവേശകരമായ വിജയമായിരുന്നു അത്. എങ്കിലും അതിനേക്കാൾ മികച്ചു നിന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു: അയാളുടെ അതിശക്തമായ പോസിറ്റീവ് തിങ്കിങ്. കയറ്റത്തിന് ശേഷം ഒരു അഭിമുഖത്തിൽ അയാൾ പറഞ്ഞു, ഞാൻ ഒരിക്കലും വീഴുന്നതിനെ കുറിച്ച് ചിന്തിച്ചതേയില്ല. മുകളിലോട്ടുള്ള ഓരോ നീക്കത്തിലും മാത്രമായിരുന്നു എൻ്റെ ശ്രദ്ധയത്രയും. അസാധ്യമായത് നേടാൻ അയാളെ സഹായിച്ചത് അതേ പോസിറ്റീവ് മനോഭാവം തന്നെയായിരുന്നു. ഭയത്തെ തന്റെ 7 അയലത്തുകൂടെ പോകാൻ പോലും അയാൾ അനുവദിച്ചില്ല. ദാറ്റ്സ് ദ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്. അതെ, നമുക്ക് പോസിറ്റീവ് മനോഭാവം ഉണ്ടെങ്കിൽ ധൈര്യമായി കംഫർട്ട് സോണിന് പുറത്തു കടന്നോളൂ. ഭയത്തിനു മാത്രമല്ല, ഒരാൾക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ധൈര്യമായി ഏതു വെല്ലുവിളിയും ഏറ്റെടുത്തോളൂ. ജയം മാത്രമാണ് നമ്മുടെ ലക്ഷ്യമെന്ന് മനസ്സിൽ ഉറപ്പിച്ചോളൂ. ടേക്ക് എ ഡീപ് ബ്രത്ത്. പാറയുടെ മുകളിൽ കടലിനെ നോക്കി നിൽക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന അതേ ധൈര്യത്തോടെയും അതേ പോസിറ്റീവ് മനോഭാവത്തോടെയും എന്തിനേയും നേരിടുക. നിങ്ങൾക്ക് ജീവിതത്തിൽ ഉറപ്പായും വലിയ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.